പതിമൂന്നാമത്തെ വാക്യം തൊട്ടൊന്നുകൂടി പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ നിങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? വിശ്വസിക്കുന്ന നിങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ശബ്ദം. ചിലർ പറയും, ഓ ബൈബിളിലല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബൈബിളല്ലേ, വചനമല്ലേ. നോ, ഇത് വെറും പ്രിൻ്റഡ് ബൈബിളും അല്ല, അത് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ അവരുടെ ആശയങ്ങളും അല്ല പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒത്തിരി ദൈവമക്കൾ ഇപ്പോൾ കുറേ പുതിയ കാര്യങ്ങളൊക്കെ ഈ മോട്ടിവേഷണൽ സ്പീക്കിംഗ് പോലെ അനാത്മീയരായ തിയോളജിയൻസ്. തിയോളജി അതൊരു സയൻസായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ വലിയ പ്രശ്നമാണ്. അതിൻ്റെ അപ്പോളജറ്റിക്സ് കാണും, അതിൻ്റെ ഓരോ ഫീൽഡ് ഓഫ് സയൻസായിട്ട് അതിൻ്റെ സബ്ജക്ട്സ് പഠിക്കുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. അവരതിനെ ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്യുവാനും അതിൻ്റെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയതുകൊണ്ടാണ് വചനത്തിൽ അങ്ങനെ പറഞ്ഞത്, അതൊന്നും അല്ല അതിൻ്റെ കാര്യം. ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയതുകൊണ്ടൊന്നും അല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. കാലഘട്ടമൊന്നും വിഷയമല്ല. വചനം എന്തുവാ പറഞ്ഞത്? ദൈവത്തിൻ്റെ വചനം ഇന്നലെയും ഇന്നും നെവർ ചേഞ്ചസ്. കർത്താവിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. പഴയ നിയമത്തിൻ്റെ ആരാധനക്രമം മാറി ഒരു പുതിയ നിയമത്തിൻ്റെ ഒരു ക്രമവും ലേഖനങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ച് അങ്ങനെ നമ്മൾ കൂടുതൽ യേശുവിൽ കൂടെ പിതാവിനോട് അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രിയ മക്കളായി തീരുവാൻ ജാതികൾക്കും ഒരു അവസരം, ഭാരതീയരായ നമുക്കൊക്കെ എന്ത് ചെയ്തു, ഒരവസരം കിട്ടി. അതാണ് അതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമേറിയ ഭാഗം പുതിയ നിയമത്തിൽ. ഇവരോട് പറയുന്നത്, നിങ്ങൾ വെറും ഒരു ശബ്ദമായിട്ട് ഒരു മനുഷ്യൻ്റെ ശബ്ദമല്ലേ. ഈ നാളുകളിലൊക്കെ ഒത്തിരി ദൈവദാസന്മാർ പറഞ്ഞ് പഠിപ്പിക്കുക. ഇത് ഞാനൊരു നേവൽ ഓഫീസർ, ഇവിടെ അടുത്തൊരു വലിയൊരു ചർച്ചയിൽ പോകുന്ന നേവൽ ഓഫീസറാണ്, ഒരു കമാൻഡറാണ്, സീനിയർ കമാൻഡറാണ്. പുള്ളിയോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിയോട് പറയുക, ആ വചനമൊക്കെ ഞാൻ പറഞ്ഞ പുള്ളിയുടെ ജീവിതത്തിൽ ആവശ്യത്തിലും അധികം തെറ്റുകളുണ്ട്. ആദ്യത്തെ ഭാര്യയെ കളഞ്ഞ് വിശ്വാസത്തിലുള്ളപ്പോൾ തന്നെ കളഞ്ഞിട്ട് അടുത്തൊരു ചെറുപ്പക്കാരിയൊക്കെ കല്യാണം കഴിച്ച് പ്രായമുള്ള കമാൻഡർ നടക്കുക. അത് പല ആത്മീയ സഭകളിലൊക്കെ അത് സ്വീകരിക്കാത്തതുകൊണ്ട് അങ്ങനെ സ്വീകരിക്കുന്ന ഒരു സഭയിൽ കൂടി വലിയ കാര്യമായിട്ട് കൊച്ചിയിലുണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പുള്ളിയോട് പല കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. അത് പുള്ളി മാത്രമല്ല പലരോട് പറഞ്ഞോളെ. ഡിഫറെൻറ്റ് പാസ്റ്റേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട്സ്. ഓരോ പാസ്റ്റർമാർക്ക് എന്തുണ്ട്, അവരുടെ ഒരു ടീച്ചിങ് ഉണ്ട്, അവരുടെ ഒരു സ്കൂൾ ഓഫ് തോട്ട്സ്, അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ വേയിലാണ് പുള്ളി അത് പറഞ്ഞ്. അവർ ചിന്തിക്കുന്ന ഒരു രീതിയിലാണ് അവർ ജനങ്ങളെ, അവരുടെ വിശ്വാസികളെ പഠിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. പുള്ളി പറഞ്ഞ് രക്ഷപ്പെടുക. പുള്ളിയുടെ പല കാര്യങ്ങൾ ദൈവദാസന്മാർ കറക്റ്റ് ചെയ്ത് കാണും. അതുകൊണ്ട് ഓരോ പാസ്റ്റർമാർക്ക് ഓരോ ചിന്താഗതി രീതിയുണ്ട്, അവരതാ പഠിപ്പിക്കുന്നത്. നമ്മളതെന്തിനാണ് പഠിക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളതിനെ അങ്ങ് എടുത്താൽ മതി. എന്തൊക്കെ രീതിയിലാണ് ദൈവദാസൻ. അപ്പം ഇനി ദൈവദാസന്മാർ അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും പറയല്ല. അവർക്ക് ഇഷ്ടമുള്ള പോലും അവർക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ചില കാര്യങ്ങൾ നടത്തിച്ചെടുക്കാൻ ഉള്ള രീതിയിൽ വചനത്തെ കൂട്ടിപ്പറയാൻ പാടില്ല. പക്ഷെ വചനം ഒരിക്കലും ഓരോ ദൈവദാസന്മാരുടെ സ്കൂൾ ഓഫ് തോട്ട്സ് അല്ല. ഇതിന് ഒരു സ്കൂളേ ഉള്ളൂ. അതേതാ? പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഹൃദയത്തിലുള്ളത് ദൈവവചനത്തിൽ കൂടെ, അതും നമ്മുടെ ടീച്ചറായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവദാസൻ ആരെങ്കിലും ഒരു വേണ്ടേ? 2000 വർഷം മുമ്പേ കർത്താവ് തന്നെ എന്ത് ചെയ്തു? ജഡമായിട്ട് ഇറങ്ങി, മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു. ഇനി കർത്താവ് അങ്ങനെ ചെയ്യത്തില്ല. ഇനി ഇറങ്ങി വരാൻ പോകുന്നത് എവിടെ? മധ്യാകാശത്തിലാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കർത്താവ് 7 വർഷം കഴിഞ്ഞിട്ടാണ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ഭൂമിയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ കർത്താവിനി ഇറങ്ങി വരത്തില്ല. ദൈവം തൻ്റെ 5 വിധ ശുശ്രൂഷകരുണ്ടല്ലോ. അതിനകത്ത് ഉപദേഷ്ടാക്കന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, സുവിശേഷകരുണ്ട്. വചനം പഠിപ്പിക്കുന്ന ദൈവദാസന്മാരിൽ കൂടും മൂപ്പന്മാരിൽ കൂടും ഒക്കെ എന്തു ചെയ്യും? ആ വചനം പരിശുദ്ധാത്മാവ് സംസാരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വചനമൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് പരിശുദ്ധാത്മാവിൽ കൂടാവുമ്പോൾ അതിൻ്റെ അകത്ത് ആരുടെയും സ്കൂൾ ഓഫ് തോട്ട്സ് വരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ആ കമാൻഡർ പറഞ്ഞ പോലെ ഓരോ ദൈവദാസന്മാർക്ക് ഓരോ ചിന്താഗതിയാണ്, അവരതാണ് അടിച്ചേൽപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന് ഒന്നേ പറയാനുള്ളൂ, അത് നമ്മളിൽ കൂടെ ആയിരിക്കണം. നമ്മൾ വെറും വായായിത്തീരണം, ഇല്ലേ? അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശബ്ദമായിട്ടല്ല, നിങ്ങളത് സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമായിട്ട് ഏറ്റെടുത്തത് കൊണ്ട് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവപ്രവൃത്തിയായിട്ട്
അതിന് വലിയൊരു ആഴമില്ലേ? വചനം ബലപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എൻ്റെ കഷ്ടതയിൽ എനിക്കത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് ആശ്വാസം പ്രാപിക്കാൻ എന്ത് കഴിയത്തില്ല. ഞാൻ ആ കഷ്ടതയിൽ ഞെരുങ്ങിപ്പോവുക. ആ കേൾക്കുന്ന വചനം മുള്ളുകളുടെ ഇടയിൽ എന്ത് ചെയ്യുക? ഞെരുങ്ങിപ്പോവുക. ഫലം 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഫലം ഞാൻ പൊഹഞ്ഞു പോവുക, ഞാൻ ക്ഷീണിച്ചു പോവുക എന്ന് ഞാൻ ബലമേറ്റെടുത്ത്. അതുകൊണ്ടാണ് ആ സമയത്ത് എന്ത് ചെയ്യണം? ഉപസിച്ച് പ്രാർത്ഥിച്ചോണം. കാര്യം സാധിക്കാൻ വേണ്ടിയല്ല ഉപസിച്ച് പ്രാർത്ഥിക്കുന്നത്, ബലമേറ്റെടുക്കുവാൻ. ആ ഒരു പല വിഷയങ്ങൾ നിമിത്തം ഞാനങ്ങ് മാനുഷികമായിട്ട് അതിൻ്റെ മാനുഷിക തലങ്ങളൊക്കെ ചിന്തിച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് അയ്യോ എനിക്ക് എന്ത് ചെയ്യാനാണ്, ഞാൻ കഷ്ടത്തിലായി എന്നൊക്കെ ചിന്തിച്ച് ഇതെൻ്റെ വിധിയാന്നൊക്കെ ചിന്തിച്ച് ചില ദൈവമക്കൾ പോലും ലോക മനുഷ്യരെ പോലെ അവിടെ കിടന്നങ്ങ് നീറി നിൽക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? വിശ്വസിക്കുന്നവരുടെ മേൽ അത് ദൈവശക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വിശ്വസിക്കാൻ കഴിയാത്തവരുടെ മേൽ അതുപോലെ ദൈവവചനം പ്രവർത്തിക്കുന്ന വചനമാകും. അത് മതി. എത്ര ജാതീയ ശക്തികളോ, അത് എത്ര ജാതികളോ, ദേശമോ, എത്ര വിഷയങ്ങൾ അതിൻ്റെ എതിരെ സാക്ഷാൽ ലൂസിഫർ തന്നെ ലെഗ്യോൻ പോലെ 100 കണക്കിന് ശക്തിയുമായിട്ട് എന്നോട് പോരിടാൻ വന്നാലും ഇതൊന്നും എൻ്റെ മേൽ ഫലിക്കത്തില്ല. ഞാൻ കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ സേഫാണ്. ഞാൻ അഭയം ഞാൻ നിൽക്കുന്ന ഒരു പാറയുണ്ട്. കർത്താവ് അറിയാതെ കർത്താവിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് ഞാൻ. കർത്താവ് അറിയാതെ എനിക്കോ എൻ്റെ കുടുംബത്തിനോ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കോ പദ്ധതിക്കോ ഒരു കോട്ടോ ക്ഷീണവും വരത്തില്ലെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിയായിട്ട് വ്യാപരിക്കും. ഇത് വിശ്വസിക്കാനാണ് ഈ തടസ്സം. ഇത് ഞാൻ പറഞ്ഞ ആ ഒരു വിശ്വസിക്കുന്ന മോഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വരണം. പ്രൈസ് ദി ലോർഡ്. അതിന് ദൈവം തന്നെ നമ്മളെ താഴ്ത്തും. നമ്മുടെ പദ്ധതികളെല്ലാം എല്ലാ പണിയും നോക്കി അവസാനം സ്വന്തം ബലം കൊണ്ട് പണ്ട് രാജ കൊട്ടാരത്തിൽ പഠിച്ച അഭ്യാസം ഉണ്ടല്ലോ, അഭ്യാസമെല്ലാം നോക്കി, അതും നോക്കി ഓടിപ്പോണ്ട ദേശത്ത്. എത്ര ദൈവദാസന്മാരാണ് സ്വന്തം കാര്യം ആ പദ്ധതികളൊക്കെ നോക്കിയിട്ട് അവസാനം സുല്ലിടുക എന്നൊക്കെ പറയും പിള്ളേരല്ലേ. അതാണ് ആ വിശ്വസിക്കുന്ന മോഡ് ഇല്ലേ? താഴ്ത്തി കർത്താവേ, ഇനി ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല, ഞാനായിട്ട് പ്രതികരിക്കുന്നില്ല, ഞാനായിട്ട് പ്രവർത്തിക്കുന്നില്ല, ഞാനായിട്ട് തീരുമാനമെടുക്കുന്നില്ല. കംപ്ലീറ്റ് സറണ്ടർ. അവിടാണ് ദൈവം പ്രവർത്തിച്ച് തുടങ്ങുന്നത് അല്ലേ? അതാണ് ഇവിടെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പിന്നെ വളരെ കഷ്ടതയിൽ കൂടാണ് തെസ്സലോനിക്ക സഭയും ഇവിടെ കടന്നു പോകുന്നത്. ഒരു കാലത്ത് അങ്ങനെയാണ് യെരൂശലേമിലെ സഭ കടന്നു പോയത് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു ഭാഗമാണല്ലോ 14-ഉം 15-ഉം വായിച്ചാട്ട്. സഹോദരന്മാരെ, യഹൂദിയർ ക്രിസ്തുയേശുവിന്റെ ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചു തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും 14-ഉം 15-ഉം എഴുതിയിരിക്കുന്ന യഹൂദന്മാർ ഭയങ്കരമാരാ. അവരിൽ നിന്ന് പലരും വിശ്വാസി വന്നിട്ടും അവർ വലിയ പ്രശ്നക്കാരാണ്. അല്ലാതെ തന്നെ വിശ്വാസത്തിൽ വരാത്ത യഹൂദന്മാർക്കും അവരുടെ പ്രമാണം പഴയ നിയമം, അവർ ജാതികളല്ല, പഴയ നിയമമാണ്. എന്നിട്ട് അവർ സ്വന്തം മെഷിഹായെ അവർ ക്രൂശിച്ചു. അവരുടെ ആ സ്റ്റബേൺനെസ്സിലും എനിക്കറിയാം വചനം, ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലും അവരങ്ങ് എന്തായി തീർന്നു? കല്ലായ ഹൃദയമായി. പരിശുദ്ധാത്മാവിന് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയാതെ, സാക്ഷാൽ ദൈവപുത്രൻ തന്നെ ഇറങ്ങി വന്ന് അവരോട് സംസാരിച്ചിട്ട് ഏറ്റെടുക്കുവാൻ കഴിയാത്ത ഒരു പ്രത്യേക അവസ്ഥയിൽ, അങ്ങനെ ഒരു അവസ്ഥയിലാകുമ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ല കപടഭക്തിയുടെ ഒരു ആത്മീയമായിട്ട് ഞാൻ ഫുള്ളായെന്നുള്ളൊരു അവസ്ഥയിലാകുമ്പോൾ അങ്ങനെയുള്ളവർ ദൈവവേലയ്ക്കും ദൈവപ്രവൃത്തിക്കും എതിരായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അവർ നിമിത്തം യെരൂശലേമിലെ സഭ കഷ്ടം അനുഭവിച്ചു. അവർ നിമിത്തം, യഹൂദന്മാർ നിമിത്തം യെരൂശലേമിൽ നിന്ന് സഭ ചിതറിപ്പോകേണ്ടത് വന്നു. യെരൂശലേമിൽ ക്രിസ്ത്യാനികളെ കണ്ടുപിടിച്ച് പൗലോസൊക്കെ അതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ചിതറിപ്പോയി. ഭയങ്കര കഷ്ടത യെരൂശലേമിലുണ്ടായി. അത് നിമിത്തം പൗലോസ് പറയുമ്പോൾ ഞാൻ പോലും എന്ത് ചെയ്യണം? ഓടിപ്പോകേണ്ട വന്നു. ഞാൻ പോലും പിന്നെ ജാതികളുടെ ഇടയ്ക്കോട്ട് പോയി പ്രവർത്തിക്കുവാൻ കാരണം ഒരു രീതിയിൽ ഈ യെരൂശലേമിൽ കർത്താവിൻ്റെ വേല, ഇത്രയും ഫിലോസഫി, ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ നിന്ന് ഫിലോസഫി പഠിച്ചവനും സൻഹദ്രിൻ സംഘത്തിൻ്റെ അംഗമായിരുന്നവൻ വന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. മാർസലിൻ മൊറൈസ് അച്ഛനും ഞങ്ങളുടെ ടീമോടും MDS ടീമോട് ചേർന്ന് ഒത്തിരി വർഷം ഒന്നിച്ച് പ്രവർത്തിച്ചു.
ഞങ്ങൾ പ്രത്യേകിച്ച് അച്ഛനെ കൂട്ടുന്നത് ഈ കാത്തലിക് ബെൽറ്റിൽ ഞങ്ങൾ അച്ഛനുമായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നു. ഏറ്റവും കൂടുതൽ മീറ്റിങ്സ് ഞങ്ങൾ ഒന്നിച്ച് നടത്തിയത് 2003, 2004, 2005 സമയത്താണ്. ഏറ്റവും കൂടുതൽ കൊച്ചി വൈപ്പിൻ്റെ ഈ ഏരിയയിലെല്ലാം ആ സമയത്ത് അച്ഛൻ വൈപ്പിനില്ല പ്രവർത്തിച്ചുകൊണ്ട് തിരുവല്ലയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റിൽ വിവാഹമൊക്കെ കഴിച്ച് തിരുവല്ലയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചത് താൻ വെറ്റിക്കനിലുണ്ടായിരുന്ന ആളാണ്, താൻ പോപ്പിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ്, താൻ സാക്ഷ്യം എഴുതിയ തൻ്റെ പുസ്തകത്തിൽ മുഴുവനും എന്നും പോപ്പിനോട് ചേർന്ന് നിന്ന് ഫോട്ടോ, ആ കാലഘട്ടത്തിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത് 80-കൾ 90-കളിലൊക്കെ ഭയങ്കരമായി. പിന്നെ താൻ വെറ്റിക്കൻ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഷാലോം TV എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെ ഓരോ പള്ളിയുടെയും വേളാങ്കണ്ണിയുടെയും ഒക്കെ ഡയറക്റ്റ് ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഷാലോം TV ഒക്കെ പോലെ വെറ്റിക്കനിൽ യൂറോപ്പിൽ മുഴുവനും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന അവരുടെ പള്ളിയിൽ വെറ്റിക്കനിലുള്ള ശുശ്രൂഷകൾ ഡയറക്റ്റൊക്കെ ലൈവുള്ള ചാനലുണ്ട്. ആ ചാനലിൻ്റെ ഹെഡായിരുന്നു താൻ. അപ്പം അത്രയും വലിയൊരാളാണ് മാർസൽ മൊറീസ് അച്ഛൻ. പുള്ളി ഭയങ്കരമായിട്ട് ഭാഷകളും പുള്ളി പഠിച്ച ഒരു വിഷയം ഇതാണ്, ബ്രോഡ്കാസ്റ്റിങ്ങും ഈ അന്നത്തെ കാലത്തെ ഈ മൾട്ടിമീഡിയ പോലുള്ള ഇതുമായിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് TV ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ അതിൽ സ്പെഷ്യലൈസേഷൻ എടുത്ത ആളാണ് തൻ്റെ പഠിത്തത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹെഡാക്കി. അന്ന് വെറ്റിക്കൻ റേഡിയോയും ഉണ്ടായിരുന്നു. അപ്പോൾ റേഡിയോ ആയിരുന്നു മുഖ്യം. അപ്പോൾ അതിൻ്റെ ഹെഡാക്കി. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി യൂറോപ്പിൽ നിന്ന് ഇത്രയും വന്ന് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി വന്ന് തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ആൾക്കാർ ഏറ്റെടുക്കും എന്നാണ് വിചാരിച്ചത്. എവിടാ തന്നെ ആ ഓരോ മീറ്റിങ്ങുകൾ താൻ പാൻറ്റും കുപ്പായമല്ലോ ഇടുന്ന പാൻറ്റും ഷർട്ടും, എങ്കിലും താൻ ഈ സാക്ഷ്യമൊക്കെ ഞങ്ങൾ ഈ കൊച്ചി ദേശത്ത്, അന്ന് ഞങ്ങൾ കൊച്ചിയിലല്ല ചെങ്ങന്നൂരാണ്, യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഇവിടെ താമസിച്ചൊക്കെ പ്രവർത്തിച്ചിട്ട് പിന്നെ ഞങ്ങൾ 2 വണ്ടികൾ, പുള്ളിക്ക് ഒരു ടെമ്പോ ട്രാക്സ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും ഒരു സുമോ ഉണ്ടായിരുന്നു. ആ സമയത്ത് 2 വണ്ടികളും ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോകും. പുള്ളിക്കും ടീമുണ്ട്, പുള്ളിയുടെയും സൗണ്ട് സിസ്റ്റം ഞങ്ങളുടെയും സൗണ്ട് സിസ്റ്റം ക്ലബ് ചെയ്ത് ഒന്നിച്ച് ഒരു കാര്യമായിട്ട് ഞങ്ങൾ കൊച്ചി ഇളക്കാൻ വന്നതാണ്. ഈ ഇവിടെ ഞങ്ങൾ ഏനാത്ത് പുള്ളിയെ കൊണ്ട് പ്രവർത്തിച്ച് ചങ്ങനാശ്ശേരി പല സ്ഥലത്ത് പുള്ളിയെ കൊണ്ട് ഭയങ്കര സ്ട്രോങ് ബെൽറ്റ്. എവിടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരാൾക്ക് പോലും വന്നൊന്ന് കൈ കൊടുക്കുവാനുള്ള മനസ്സ് വന്നില്ല. ഇത്രയും വലിയൊരു അച്ഛൻ, സീനിയർ ഒരു അച്ഛനല്ലായിരുന്നു, ഒരു കൈ കൊടുക്കുവാൻ പുള്ളി അത് വളരെ നന്നായിട്ട്. ഞാൻ പല അച്ഛന്മാർ പറയുമ്പോൾ അവർക്ക് അതിനൊരു വളരെ സോഫ്റ്റ്നെസ്സും ഒരു പ്രസൻറ്റേഷൻ കഴിവുമൊക്കെ. പുള്ളി ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ആളുമല്ലേ, പുള്ളി അതിൻ്റെ മെയിൻ ആളല്ലേ, നല്ല പോലെ പ്രസൻറ്റ് ചെയ്തിട്ട് പോലും അയ്യോ ഒരു കാലത്ത് ഇത്രയും വലിയ അച്ഛനല്ലായിരുന്നു, ഒന്ന് കൈ കൊടുത്തേക്കാം, ഒന്ന് വന്ന് കണ്ടേക്കാം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ പൗലോസ് സന്നദ്രിൻ സംഘത്തിൻ്റെ അംഗമാണെങ്കിലും, പൗലോസ് ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ പഠിച്ചതാണെങ്കിലും, ഈ യെരുശലേമിലെ യഹൂദന്മാർ തന്നെയും, അതാ 14-15 ലാസ്റ്റിൽ പറഞ്ഞു, എന്നെയും എന്ത് ചെയ്തു, ആ ദേശത്തുനിന്ന് ഓടിപ്പിച്ചു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അപ്പം യെരുശലേമിലെ ദൈവമക്കൾക്ക് യഹൂദന്മാരിൽ നിന്ന് വന്ന പീഡ പോലെ തെസ്സലോനിക്ക സഭയോട് പറയുക, ജാതികളായ നിങ്ങൾ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വന്നപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സും ദേശക്കാരും ഉണ്ടല്ലോ ജാതികൾ, അവരിൽ നിന്നും അവർ ഭയങ്കര കഷ്ടതയിൽ കൂടാണ് കടന്നു പോകുന്നത്. അവരെ ആശ്വസിപ്പിക്കുക. നിങ്ങൾ മാത്രമല്ല, ആദ്യ സഭയായ യെരുശലേമിലെ സഭ സ്വന്തം ദേശക്കാരിൽ നിന്ന് കഷ്ടം അനുഭവിച്ചു, സ്വന്തക്കാരിൽ നിന്ന് കഷ്ടം അനുഭവിച്ചു. അത് തന്നെയാണ് നിങ്ങളും കടന്നു പോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് അത് ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്തുള്ളതാണ്. കുടുംബക്കാരിൽ നിന്നും ദേശക്കാരിൽ നിന്നും ഒരു വലിയ പ്രതികൂലം നമ്മളെന്തോ ചെയ്യാൻ ശ്രമിക്കുന്ന ഇന്നത്തെ ദൈവമക്കൾ, അവരുടെ കൂടെ എല്ലാത്തിനും അങ്ങ് പോകുക. എനിക്കിവിടെ ഈ സൗത്ത് ജെൻഡാ റോഡ് അസോസിയേഷനിൽ പോയി ഓണത്തിനും ക്രിസ്മസിനും അസോസിയേഷൻ പ്രോഗ്രാംസ് നടത്തും. വീട്ടിൽ വന്ന് ഇടിച്ച് ബഹളം ഉണ്ടാക്കി പിരിവ് നടത്തും. ഞങ്ങൾ അതിനും പിരിവ് കൊടുക്കത്തില്ല. അതിനിങ്ങനെ പിണങ്ങിയിരിക്കും. ഇങ്ങോട്ട് ഇപ്പം കയറി വരുന്നില്ല. ഒരു SJRA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റീൽ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും പ്രോഗ്രാം പിരിവിനൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. വന്നിട്ടും കാര്യമില്ല. എന്നെ വിളിച്ചാൽ ഞാൻ ആ വിഷയത്തിന് ആ സീസണിൽ ഫോണും പോലും എടുക്കത്തില്ല. ഞാൻ പറഞ്ഞ അതൊക്കെ അവിടെ പോയി ഞാൻ നോക്കിയപ്പോൾ ഒരു ദൈവദാസൻ തിയോളജിയിൽ 2 മാസ്റ്റേഴ്സും കഴിഞ്ഞ, എനിക്ക് വ്യക്തിപരമായെന്നറിയാവുന്ന, ഒരു കാലത്ത് ഈ എറണാകുളത്ത് ശക്തമായി നിന്ന് പോയി ഓണത്തിനും ക്രിസ്മസിനും ഇപ്പം വളരെ ക്ഷീണത്തിൽ കൂടാണ് താൻ കടന്നു പോകുന്നത്. ഓണത്തിനും ക്രിസ്മസിനും എന്ത് ചെയ്യുന്നു, ഫുഡ് അടിക്കുന്ന പുള്ളിയും കുടുംബവും ഒന്നിച്ച് നിന്നിട്ട് ഫുഡ് അടിക്കുന്ന ഫോട്ടോ അസോസിയേഷൻ ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ വന്നു. ഞാനും ഗ്രൂപ്പിലുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇത് ദേവദാസനല്ലേ, കുടുംബവും. എന്തോ ഇന്നത്തെ ദേവദാസന്മാർ ശ്രമിക്കുന്ന. ഞാൻ പറഞ്ഞത് ഈ വ്യക്തി അതിശക്തനായിരുന്നു എന്ന് ഇവർക്കൊക്കെ അറിയാം. ഞാൻ ഒരാളെ അല്ല വ്യക്തിപരമായിട്ട് പറയുമല്ല, ദേവദാസന്മാരൊക്കെ ഈ പണി കാണിക്കുന്നുണ്ട്.
പോയി ഞാനൊരു കുടുംബത്തോട് പറഞ്ഞു, നമ്മൾ ആണ്ടിനോ മാമോദീസയ്ക്കോ ഒന്നും പോയി ഫുഡ് കഴിക്കാൻ, അതൊരു ദൈവം അനുവദിക്കാത്തൊരു ശുശ്രൂഷയല്ലേ. അതുകൊണ്ട് ഇന്ന വലിയ പാസ്റ്റർ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ കൂടെ, പിന്നെ ആണോ കൊച്ചു സഭയും കൊണ്ടിരിക്കുന്ന ഈ പാസ്റ്ററിന് കുഴപ്പം? സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, എന്തോ അക്സെപ്റ്റഡായി തീരുവാൻ, ദേശത്ത് നിന്ന് അനുഭവിക്കാതിരിക്കാൻ അവരുടെ കൂടെ അങ്ങ് ചേരുക ഇല്ലേ. ജാതികളുടെ വഴികളിലൊക്കെ പോകുമ്പോൾ ദൈവമക്കളെ നമുക്ക് രണ്ട് ചോയ്സാണ്. ലോകം നമ്മളെ അക്സെപ്റ്റ് ചെയ്താൽ കർത്താവ് നമ്മൾ എന്ത് ചെയ്യും? കൈവിടും, ലിസ്റ്റ് ചെയ്ത് പറ്റും. ഇതും അതുകൊണ്ട് പറ്റത്തില്ല കേട്ടോ. ഇവിടുത്തെ അസോസിയേഷനിൽ ശ്രേഷ്ഠനും പട്ടണവാതിക്കൽ മിടുക്കനും കേമനും ഒന്നാമനും, പിന്നെ കർത്താവ് പറയുന്നത് കേൾക്കാൻ പറ്റാതായിട്ട് വരും. ദൈവം പറയുന്ന ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാതെ നമ്മുടെ നിത്യത നഷ്ടപ്പെട്ട് ലോകത്തിനൊക്കെ എന്തുവാ സംഭവിച്ചത്? തലമുറ പോലും എന്ത് ചെയ്തു? പുതിയ നിയമത്തിൽ എന്തോ എടുത്തെഴുതിയിരിക്കുന്നത്? ലോത്തിനെ പോലും നിങ്ങളാകല്ലേ, ഏശാവിനെ പോലും നിങ്ങളാകല്ലേ. അവരുടെയൊക്കെ പേരുകളെടുത്ത് വീണ്ടും വീണ്ടും എഴുതിയിരിക്കുമ്പോൾ സ്തോത്രം. അല്ലാണ്ട് പട്ടണത്തിൽ കേമനാകാൻ ശ്രേഷ്ഠനാകുവാൻ ശ്രമിക്കല്ല. അല്ലെങ്കിൽ നിന്ന ദൈവം അനുവദിക്കുന്നതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമേ കർത്താവിന് വേണ്ടി. അതുകൊണ്ട് ഇവിടെ തെസ്സലോനിക്കർ സഭയെ പറയുക, അവരെ എൻകറേജ് ചെയ്യുക. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം, നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ടല്ലോ, സ്തേഫാനോസിനെയൊക്കെ കൊന്ന ആ സമയത്ത് യെരൂശലേമിലെ സഭ അനുഭവിച്ച കഷ്ടം. ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 1 തൊട്ട് 5 വരെ ഒന്ന് പെട്ടെന്ന് വായിച്ചു. അവനെ കൊല ചെയ്തത് ശൗലിനെ സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. അപ്പോസ്തലന്മാരെ അവിടെ വളരെ വില കൊടുത്ത് കൊന്ന, രക്തസാക്ഷിയായിട്ട് മരിക്കാൻ വേണ്ടി അവരവിടെ നിന്നു. സ്തേഫാനോസിനെ കൊന്ന സമയത്ത് ബാക്കിയുള്ള സഭ മുഴുവൻ എന്ത് ചെയ്തു? ദേശത്തുനിന്ന് ഓടിപ്പോയി, ചിതറിപ്പോയി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 3-ാമത്തെ വാക്യം തൊട്ട്. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് കടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോകും. ഇവിടെ ശൗൽ പൗലോസാകുന്ന തൻ്റെ അറിവില്ലായ്മയുടെ സമയത്ത് പിശാച് തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചേ. അവിടും എന്തുവാ 4-5 വായിച്ചേ. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചു. ഈ ശൗൽ അധികാരത്തോടുകൂടി മഹാപുരോഹിതൻ്റെ അധികാരപത്രത്തോട് ചെയ്ത ആ ഓരോരുത്തരെ കൊന്നു മുടിപ്പിക്കുന്ന, അല്ലെങ്കിൽ യേശുവിനെ ആരാധിക്കുന്നവരെ കൊല്ലുന്ന ആ ഒരു വലിയ വേട്ടയിലും ആ ഒരു പ്രോഗ്രാമിലും പിന്നെയും ആൾക്കാരെന്ത് ചെയ്തു? ചിതറിപ്പോയി. പക്ഷെ ചിതറിയവർ, ഓടിപ്പോയവർ പേടിച്ചല്ല പോയത്. അവർ പേടി വന്നിട്ടാണ് അവർ ആദ്യം മൂവ്മെൻറ്റ് മുമ്പോട്ട് പോയതെങ്കിലും ചെന്നെടുത്ത് ദൈവം അവരെ ബലപ്പെടുത്തി. ഓരോ വിശ്വാസിയെയും ചെന്നെടുത്ത് ഒറ്റയ്ക്ക് ഓരോ സ്ഥലത്താക്കി, സുവിശേഷകരാക്കി, ദൈവദാസന്മാരാക്കി, ദൈവദാസിമാരാക്കി, കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാക്കി, അവരുടെ ഭവനങ്ങൾ കൂട്ടായ്മയ്ക്കായിട്ട് തുറന്നു. അവിടെ എല്ലാം ദൈവവചനം എന്ത് ചെയ്തു? ദൈവവചനം പരന്നു, ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി. പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നാ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവിടാണ് ഫിലിപ്പോസും എന്ത് ചെയ്തു? ഫിലിപ്പോസും ശമരിയ പട്ടണത്തിൽ ചെന്ന് ക്രിസ്തു. പിശാച് എന്തിനാണ് ചെയ്തത്? ഓടിപ്പോയി, ഓടിച്ച് കളഞ്ഞൊരു ഭീതി പരത്തി അനേകരെ വിശ്വാസത്തിൽ നിന്ന് കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ പോയയിടത്തെല്ലാം ഭയന്ന് ഓടിയെങ്കിലും ചെന്നിടത്തൊക്കെ അവരെ ശക്തീകരിക്കുന്ന ഒരാത്മാവ്. പെട്ടെന്നൊരു ഭയം നമ്മുടെ ഉള്ളിൽ വരും, പെട്ടെന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. പക്ഷെ ഉടനെ ശക്തീകരിക്കുന്ന എന്തുണ്ട്? ഒരാത്മ. ചാർജ് തീർന്നാൽ ഉടനെ ചാർജിനാൽ നിറയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു ഒരുക്കത്തോട് നിന്നോണം. അവർ ശക്തരായി അവരെ അങ്ങ് അഭിഷേകം ചെയ്തു ദൈവം ശുശ്രൂഷയ്ക്കായിട്ട്. ഓരോരുത്തർ ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി. ഫിലിപ്പോസും ശമരിയയിലേക്ക് പോയി. അങ്ങനെയാണ് ഓരോരോ സ്ഥലത്തേക്ക് അങ്ങ് പോവുക. 8-ാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്ന ആ പട്ടണത്തിൽ വലിയ ഭീതി ഉണ്ടാകേണ്ടതിൻ്റെ പകരം ആ പട്ടണത്തിൽ എന്തുണ്ടായി? ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എങ്കിലും അതിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരെങ്ങനെ ചിതറി ഓടിപ്പോയത്. അപ്പം ഇവിടെ തെസ്സലോനിക്ക സഭയോട് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയ്ക്കും ഒരു പദ്ധതിയുണ്ട്. സ്തോത്രം. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. 13-ാമത്തെ വാക്യത്തിൽ വായിച്ചില്ലേ? വിശ്വസിക്കുന്നവരുടെ മേൽ എന്ത് ചെയ്യും? ഇത് ദൈവപ്രവൃത്തിയായിട്ട് വ്യാപരിക്കും. വിശ്വസിക്കണമെങ്കിൽ നമ്മൾ റോമാലയത്തിലൊക്കെ നമ്മൾ വായിച്ചില്ലേ? വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കേൾക്കണം. കേൾക്കുന്ന വചനം ഏറ്റെടുക്കണം. അതുകൊണ്ട് നിങ്ങൾ പറയാതെ അവരെങ്ങനെ, വിശ്വസിക്കാതെ അവരെങ്ങനെ. വിശ്വസിക്കാതെ ദൈവപ്രവൃത്തി കാണുവാൻ കഴിയത്തില്ല. വിശ്വസിക്കണമെങ്കിൽ ആ വചനമായിട്ട് തന്നെ എന്ത് ചെയ്യണം? കേൾക്കണം. ഈ ദിവസങ്ങൾ ദൈവദാസന്മാർ കൂടും. അതുപോലെ തന്നെ നേരിട്ട് ദൈവത്തിൽ നിന്നൊക്കെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാനിടയായിത്തീട്ട് ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത് ലൂക്കോസിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം കൊടുന്ന് വായിച്ചാൽ. ആകയാൽ
നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. നമ്മളത് വ്യക്തമായിട്ട് പഠിച്ചല്ലോ കഴിഞ്ഞ ആഴ്ച. ഉള്ളവൻ എന്ത് ചെയ്യും? ദൈവം ഏൽപ്പിച്ച ഈ വചന വെളിപ്പാടുകൾ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നവന് കൂടുതൽ കിട്ടും. ശുശ്രൂഷ ചെയ്യുന്നവന് കൂടുതൽ ദൈവത്തിന് കൃപാവരങ്ങൾ കിട്ടും. ഈ കൃപാവരം എന്ന് പറയുന്നത് നമ്മൾ ഈ ഹിന്ദു ഐതിഹ്യത്തിൽ വരം ലഭിക്കുന്നതിനെ പറ്റിയൊക്കെ കഥകളുണ്ടല്ലോ. ഇങ്ങനെ അവർ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വരം ലഭിക്കും, തൊടുന്നൊക്കെ പൊന്നാകുന്നതോ എന്തെങ്കിലും വരവായിക്കോട്ടെ. ഇതൊക്കെ കൊച്ചു കൊച്ചു കഥകളായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളല്ലോ. എന്തും കഥയായിക്കോട്ടെ, അവരങ്ങനെയാണ് അവരുടെ ഐതിഹ്യം കഥകൾ പറയുന്നത്. വചനം പറയുന്നത് എങ്ങനെയാണ്? ഈ ഉള്ളത് വെച്ച് നീ എന്ത് ചെയ്യണം? തുടങ്ങണം. അങ്ങനെയാണ് ഇപ്പം നമ്മളൊക്കെ ഇപ്പം പ്രബോധനങ്ങൾ പറയുന്നത് ഇല്ലേ? സ്തോത്രം. നമ്മൾ എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി എല്ലാ അവസരങ്ങളും കിട്ടുന്നതും മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നത് എങ്ങനെ? ഉള്ളത് വെച്ച് തുടങ്ങണം. ഉള്ള ഭാഷ വെച്ചിട്ട് തുടങ്ങണം. ഉള്ള കൃപ വെച്ചിട്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? പ്രബോധനമൊക്കെ പറയുന്നത് ഒരു കോറസ് പാടണം. ഈ പാടുന്ന ഞാനും എൻ്റെയും ശബ്ദം അങ്ങനെ വലിയ മെച്ചമൊന്നും അല്ലായിരുന്നു. ഞാൻ പണ്ടൊക്കെ പാടാൻ ആഗ്രഹം കൊണ്ടൊക്കെ കൊച്ചിൽ കാണുന്നതിനൊക്കെ അങ്ങ് ചേരും, എന്നിട്ട് അങ്ങ് പാടും. എനിക്ക് തന്നെ എൻ്റെ ശബ്ദം കേട്ടിട്ടൊക്കെ വല്ലാതെ തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കർത്താവിന് വേണ്ടി പാടാൻ തുടങ്ങുമ്പോൾ, കർത്താവിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ഉള്ളത് വെച്ച് എന്ത് ചെയ്യണം? ഉള്ള ഭാഷ വെച്ചിട്ട്, ഉള്ള ജ്ഞാനം വെച്ചിട്ട്, നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച വചനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളവന്, അത് കൈകാര്യം ചെയ്യുന്നവന്, അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവന്. ഇവിടെ വചനം പറയുന്നത്, യേശുവാണ് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം, ഉള്ളവന് ഞാൻ വീണ്ടും കൊടുക്കുമെന്ന് പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കല്ലേ പണമോ വേറെ ജ്ഞാനമോ ഒന്നുമല്ല. അത് അങ്ങനെ ചിന്തിച്ച് പോയാൽ, ബുദ്ധിയിൽ ചിന്തിച്ചാൽ അത് അനീതിയായിട്ട് വരും. ഉള്ളവന് കൊടുക്കുന്നു, ഇല്ലാത്തവനുള്ളതുകൂടെ എടുത്ത് കളയുന്നു. അതിനെപ്പറ്റിയല്ല ഇവിടെ യേശു വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടാണ് അവിടെ അത് വയ്ക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ പ്രാധാന്യത അറിഞ്ഞ് ദൈവത്തിന് മറ്റുള്ളതൊക്കെ പോട്ടെന്നേ, പണമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ലോകത്തിലെ വിഷയം. അത് യോബ് പറഞ്ഞ പോലെ യഹോവ തന്നു, യഹോവ എടുത്തു, കർത്താവിൻ്റെ നാമം, അത്രയേ ഉള്ളൂ ലോകത്തിൻ്റെ വിഷയം. ഇന്ന് നമുക്കുള്ള ചിലപ്പോൾ നാളെ ഇല്ലാതായാലും സ്തോത്രം ചെയ്യൂ. സ്തോത്രം വന്നില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കുക, ദൈവമേ പ്രോഗ്രസ് അല്ലേ ഉണ്ടാകേണ്ടത്, എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത് അത് ആരൊക്കെ ദൈവദാസന്മാർ നിങ്ങളെ കൺഫ്യൂസ് ചെയ്തിരിക്കുന്നത്. ഭൗമിക വിഷയത്തിന് പ്രോഗ്രസ്സാണ് ഉണ്ടാകേണ്ടതെന്ന് ആണെങ്കിൽ പൗലോസിന് എന്തോ ഉണ്ടായത്? പ്രോഗ്രസ് ആണോ? ലൂക്കോസിന് എന്തോ ഉണ്ടായത്? മത്തായിക്ക് എന്തോ ഉണ്ടായത്? അവർക്ക് എന്തോ ഉണ്ടായത്? പ്രോഗ്രസ് ആണോ? നോ. ഭൗമിക വിഷയത്തിന് പ്രോഗ്രസ് എങ്ങും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ആരോഗ്യത്തിന് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. വിക്കൻ്റെ വിക്ക് പോലും മാറിയില്ല. മോശയോട് ചോദിച്ചാൽ മോശ പറയും, എന്നാൽ കുറഞ്ഞ വർഷം കർത്താവിനെ എന്നെ സൗഖ്യപ്പെടുത്തി പോരായിരുന്നു. ഞാൻ എന്തിന് ഈ അഹരോനെ ആശ്രയിക്കുന്നു ഓരോ വട്ടം? ഞാൻ വിക്കി അഹരോനോട് പറയാം, അഹരോൻ അത് ക്ലിയറായിട്ട് പറയും. എന്നാൽ എന്നെ അങ്ങ് സൗഖ്യപ്പെടുത്തി അങ്ങ് ഉപയോഗിച്ചാൽ പോരെ. പ്രൈസ് ലോർഡ്. ഉള്ളത് വെച്ചിട്ട് ആ വിക്കാണെങ്കിൽ ആ വിക്ക് കൊണ്ട് മോശയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? അങ്ങ് സംസാരിച്ചു. അത് വ്യക്തമാക്കി കൊടുക്കാനുള്ള ആളിനെ ഞാൻ കൂടെ അറേഞ്ച് ചെയ്തോളാം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാത്തിനും വിടുതലും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതൊന്നുമല്ല. ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ശുശ്രൂഷ ചെയ്ത് തുടങ്ങണം. ശുശ്രൂഷയിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവും, അഭിഷേകത്തിലൊരു പ്രോഗ്രസ് ഉണ്ടാവും, സ്വർഗീയ ജ്ഞാനത്തിൽ, അത് വചനം പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്, ജ്ഞാനത്തിലൊരു പ്രോഗ്രസ് ഉണ്ടാവും. ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്ന ഓരോ വിഷയത്തിലും ഒരു പ്രോഗ്രസ് ഉണ്ടാവും. നിനക്ക് ദൈവം തരുന്ന അധികാരത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവും. സാത്താൻ നിന്നെ ഭയക്കും. വിശുദ്ധിയിലൊരു പ്രോഗ്രസ് ഉണ്ടാവും. പ്രത്യാശയിലും ദൈവസ്നേഹത്തിലും എന്തുണ്ടാവും? ഒരു വളർച്ച ഉണ്ടാവും. അതൊക്കെ വചനം പറയുന്നു. അവിടാണ് വളർച്ച ഉണ്ടാകേണ്ട ഏരിയകൾ. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ എവിടാ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് മൂന്നുമാണ് എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇവരോട് ഈ ഹാലിലെ കഷ്ടതയിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് 16-ാമത്തെ വാക്യം വായിച്ചാട്ട്. ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു. ഈ യഹൂദ ക്രിസ്ത്യാനികളെ പറ്റി, യഹൂദ വിശ്വാസികളെ പറ്റി അവിടെ പറയുന്നത് ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. അവർ ഈ വല്ലാത്ത തരം തിരിച്ച് ഗ്രൂപ്പിസം ഉണ്ടാക്കും.
യഹൂദ വിശ്വാസികൾ ആദ്യം നിന്നപ്പോൾ നല്ലപോലെ കൃപയോടുകൂടി നിന്ന്, അന്ന് അവർക്ക് അവരുടെ ആൾക്കാരെ ഉള്ളായിരുന്നു, അവരുടെ കമ്മ്യൂണിറ്റി ഉള്ളായിരുന്നു. യഹൂദന്മാർ മാത്രമേ യെരൂശലേമിലെ സഭയിൽ ഉണ്ടായിരുന്നു, അവർക്ക് പ്രശ്നമില്ലായിരുന്നു. ജാതികളിൽ നിന്നോട് വിശ്വാസികൾ വരാൻ തുടങ്ങിയപ്പോൾ, ഞാൻ ഈ ഭാഗം ഇന്നലെ പിന്നെയും വായിച്ച് ഞാനും വല്ലാതെ ആയിപ്പോയി. കാര്യം വേറൊന്നുമല്ല, യഹൂദന്മാരെ പറ്റി പറഞ്ഞ് മേളിൽ പറഞ്ഞിട്ട് പറയുക, യഹൂദ വിശ്വാസികൾ കാണിച്ച ഒരു പരിപാടി എന്തുവാണെന്നറിയാം. ജാതികളിൽ നിന്ന് വിശ്വാസികളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതിന് വിലക്കുന്നു. ആദ്യ നിമിഷം ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നതിന് വിലക്കുന്ന ഒരു കൂട്ടം യഹൂദ വിശ്വാസികൾ. എത്ര മോശമാണ്! ഇവരകത്ത് ഏത് ആത്മാവാണ് വ്യാപരിക്കുന്നത്? അവിടും ഗ്രൂപ്പിസം, ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികൾ, ദൈവമക്കളിൽ നിന്ന് വന്ന വിശ്വാസികൾ ഒന്നിച്ച് ആരാധിക്കുവാനോ ഇനി പൗലോസിനെ അവരുടെ അടുത്തോട്ട് പോകുവാൻ കഴിയാതെ വിലക്കുന്നു. ഒരു പരിധി വരെയും എല്ലാ രീതിയിലും പൗലോസ് ഒത്തിരി കഷ്ടത അനുഭവിച്ചു. അടുത്ത വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഫിനാൻഷ്യലി താൻ കഷ്ടം അനുഭവിച്ചു. ഇവർ നിമിത്തം ഇവർ ഭയങ്കരമായിട്ട് തടസ്സമായി നിൽക്കുന്നത് മാത്രമല്ല, ഇവർ കഥകളൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യുന്നു, ഇവർ പറയുന്നു. പത്രോസ് ഇതുപോലെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പോയി പ്രവചിച്ചപ്പോൾ നിങ്ങൾ വായിച്ച് കാണുമല്ലോ. അപ്പോസ്തല പ്രവൃത്തിയിൽ യഹൂദ കൗൺസിലിൽ നിന്ന് വിശ്വാസികൾ, യഹൂദ സഭയിൽ നിന്ന് അവരെല്ലാം കൂടി വന്നിട്ട് എന്ത് ചെയ്തു, എന്തോ ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വന്നു. പല പ്രാവശ്യമാണ് യഹൂദ വിശ്വാസികൾ ഇതുപോലെ സ്പൈ ചെയ്യാൻ. ഇതിപ്പം ആ ശല്യമൊന്നുമല്ല, ശല്യം വലിയ ശല്യമായി മാറി. അവർ ജാതികളുടെ അടുത്ത് പോകുന്നതിന് വിലക്കുന്നു, ജാതികളിൽ നിന്ന് വിശ്വാസികൾ വരുന്നതിൽ നിന്ന് വിലക്കുന്നു, ജാതികളിലോട്ട് സുവിശേഷം പറയുന്നതിൽ അവരെന്ത് ചെയ്യുന്നു, വിലക്കുന്നു. എന്നിട്ട് പൗലോസിനെ പറ്റി കഥകളൊക്കെ ഉണ്ടാക്കി പറയും. അതുകൊണ്ട് അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഞങ്ങൾ ആഗ്രഹിച്ചു നിങ്ങളുടെ അടുത്തോട്ടൊന്ന് വരുവാൻ. ഏതൊക്കെ രീതിയിലാണ് പിശാച് കളിക്കുന്നതെന്നറിയാം, ഏതൊക്കെ തടസ്സങ്ങളുണ്ടാക്കി. അപ്പം ഈ തടസ്സങ്ങൾ, കർത്താവ് ആഗ്രഹിക്കുന്ന പോലൊരു വേല ലോകത്തിൽ മുഴുവനും നടക്കുവാൻ, അല്ലെങ്കിൽ പൗലോസിനെ തെസ്സലോനിക്ക ദേശത്ത് പോയി അവരെന്ന് എൻകറേജ് ചെയ്യുവാൻ സഭയോട് പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് യഹൂദ ക്രിസ്ത്യാനികളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്നുള്ള തടസ്സം. ദേശശക്തിയോടുള്ള പോരില്ലേ, 16-ാമത്തെ വാക്യവും അതിൻ്റെ മേളത്തെ വായിക്കുമ്പോൾ അറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടം അനുഭവിച്ച് വളരെ കഷ്ടതയിൽ കൂടി ഇരുന്ന് നീറിയിരിക്കുന്ന നിങ്ങളോട് വീണ്ടും സുവിശേഷം പറയുവാൻ, അപ്പം നിങ്ങളെ കഷ്ടതയിലാക്കുന്നു, ഞങ്ങളെ അങ്ങോട്ട് അയക്കാതിരിക്കാനുള്ള തടസ്സം. ഇതിൻ്റെ പുറത്ത് ഞങ്ങൾ യെരൂശലേമിൽ അല്ലെ യഹൂദന്മാരുടെ മധ്യത്തിൽ ശുശ്രൂഷണം, ഞങ്ങൾ ചെല്ലുന്ന ജാതീയ സ്ഥലത്ത്, റോമിൽ പൗലോസ് ചെന്നപ്പോൾ വലിയ പ്രശ്നം, ഭയങ്കര ഗ്രൂപ്പിസമാണ്. ഇനി യഹൂദന്മാരെ അവരോട് പറയുക, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണോ, അല്ലെ സഭ അക്സെപ്റ്റ് ചെയ്യണോ, നിങ്ങൾ സഭയിൽ പ്രധാനികളാണോ? ജാതികളോട് പറയുക, നിങ്ങളും പോയി പരിച്ഛേദന ഏറ്റോളാൻ. അതുവരെയും നമ്മൾ ബൈബിളിൽ കാണുന്നു. ജാതികളോട് പറയുക, അപ്പം നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം എന്ന് പറഞ്ഞ് ആ പ്രമാണം നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു ലേഖനത്തിൽ നമ്മൾ പഠിച്ചു വന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് യഹൂദ വിശ്വാസികൾ നിമിത്തമുണ്ട് അവർ കഥകളുണ്ടാക്കി പറയാൻ. നമ്മളെപ്പറ്റി ഇല്ലാത്ത കഥകൾ, എപ്പോഴും ജാതികളിനോട് പോയി പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ അവരുടെ കാശ് കിട്ടുന്നതുകൊണ്ടായിരിക്കും എന്നൊക്കെ കഥകളുണ്ടാക്കി ഈ പൗലോസ് നീറുന്ന ഒരനുഭവം, ആ ഹിൻഡ്രൻസ് പ്രത്യേകിച്ച്. അതുകൊണ്ട് ഇവിടെ എഴുതിയേക്കുന്ന ദൈവകോപം അവരുടെ മേൽ വരും, അങ്ങനെയല്ലേ? ദൈവക്രോധം ഈ യഹൂദ വിശ്വാസികളുടെ മേൽ, ജാതികളോട് സുവിശേഷം പറയുവാനോ പ്രസംഗിക്കുവാനോ ഞങ്ങളെ അനുവദിക്കാത്ത ഈ ചെറിയ പ്രോബ്ലംസ് അല്ല. അവരെ മൈൻഡ് ചെയ്യാതെ പോയി പ്രസംഗിച്ചാൽ മതി. അപ്പോഴാണ് അവരെന്ത് ചെയ്തത്, കഥകളുണ്ടാക്കും, കാശുണ്ട്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ രാത്രിയിൽ ഈ വചനഭാഗമൊക്കെ ഓർത്തപ്പോൾ ഞാൻ ഒരു വിഷയം ഓർക്കുമായിരുന്നു. ഞങ്ങൾക്കുള്ള ആ സമയത്തെ ശുശ്രൂഷകൾ, പല ശുശ്രൂഷകൾ 83 തൊട്ട് ചെയ്യുന്ന മരുഭൂമിയിലെ ദൈവശബ്ദം എന്ന് പറഞ്ഞ ഒരു മാസികയുണ്ട്. ആ മാസിക ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് അവിടെ ജോലി ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ സഭക്കാരെല്ലാം കൂടി ചേർന്ന്, അപ്പോൾ ഇവിടെ വന്നപ്പോഴും അവിടുത്തെ സഭക്കാർ എല്ലാം കൂടി ചേർന്ന പ്രിൻറ്റിങ്ങിനുള്ള കറക്റ്റ് എക്സ്പെൻസ് നമ്മൾ അത് അയച്ചു കൊടുക്കുമ്പോൾ, കണക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരതിനുള്ളത് അയച്ചു തരും. അങ്ങനെ ഇവിടെ ഓഫീസൊന്നുമില്ല, ഗുഡ് ന്യൂസിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു മാസികയാണ്. 16,000 അന്ന് ഞങ്ങൾ നിർത്തുമ്പോൾ, 2003 ഞങ്ങൾ നിർത്തുമ്പോൾ 16,000 കോപ്പീസ് ഗുഡ് ന്യൂസിലുള്ളപ്പോൾ ഞങ്ങൾക്ക് 15 അര. അന്ന് ചർച്ചകോടിനും IPCക്കും ഒക്കെ 1500 കോപ്പീസ്, ട്രംപറ്റ് IPCയുടെ
ചർച്ച് ഓഫ് ഗോഡിൻ്റെ 2000 കോപ്പീസൊക്കെ മാത്രമുള്ള സമയത്താണ് ഈ 16,000 15,000 ഒക്കെ പ്രിൻ്റ് ചെയ്ത് ഇത്രയും അഡ്രസ്സിലേക്ക് ലേബൽ ചെയ്ത് കൊടുക്കുന്ന ഒരു ചെറിയ പദ്ധതിയല്ല. ഞങ്ങളുടെ സിറ്റിംഗ് റൂം നമ്മുടെ ബസ് തന്നെ ഉള്ളതുകൊണ്ട് അതിലാണ് കൊണ്ടുവരുന്നത്. പ്രസ്സിന് സിറ്റിംഗ് റൂമിൽ ഇങ്ങനെ കൂമ്പാരം കൂട്ടിയിടും. നമ്മൾ സോർട്ട് ചെയ്യാതെ ഇത് പോസ്റ്റ് ഓഫീസിൽ എടുക്കത്തില്ല. തിരുവല്ല RMS റെയിൽവേ മെയിൽ സർവീസ് എന്ന് പറയും. അവിടെ കൊണ്ടുപോയി സോർട്ട് ചെയ്ത് പാക്ക് ചെയ്ത് അവർ പറയുന്ന പോലെ അന്നൊരു മെഷീനോട് വേണമെന്ന് അവർ പറഞ്ഞു. എന്തൊക്കെ അതിന് വേണ്ടി നമ്മൾ അതിന് വാങ്ങിച്ചെന്നറിയാം. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട. അപ്പോൾ ഈ ശുശ്രൂഷ ഇതിൻ്റെ ഇടയ്ക്കുണ്ടായി, മീറ്റിങ്ങിൻ്റെ ഇടയ്ക്കല്ല. ഇത് കറക്റ്റ് RMS ആയതുകൊണ്ട് നമുക്കൊരു ഡേറ്റ് തരും. ആ ഡേറ്റ് മാസത്തിൻ്റെ 2-ാം തീയതി എന്ന് ഏതാണ്ടായിരുന്നു ഞങ്ങളുടെ ഡേറ്റ്. ആ 1, 2, 3ൻ്റെ അകത്ത് ഞങ്ങളോട് കൊടുത്തില്ല, അവർ പിന്നെ എടുക്കത്തില്ല. അപ്പോൾ അത് എല്ലാ ജയിലിലും പോകുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലെ സുശേഷർക്കെല്ലാം പോകുന്നുണ്ട്. എല്ലാം ഇത്ര ദൈവദാസന്മാർ ഞങ്ങൾ ലേറ്റ് ആകുമ്പോൾ ഞങ്ങൾ അതിനകത്ത് ഫോട്ടോ ഇല്ല, പേരില്ല, ഇനീഷ്യൽ മാത്രമേ ഉള്ളൂ, ബൈബിൾ ക്ലാസ്സുകളേ ഉള്ളൂ. നല്ല ദൈവദാസന്മാർ, പ്രായമുള്ള ദൈവദാസന്മാർ മാത്രം എഴുതുന്ന ലേഖനം, പിന്നെ ഒരു സാക്ഷ്യം കാണും. അപ്പോൾ ഒത്തിരി പേര് ദൈവദാസന്മാർ അതിൽ നിന്നെടുത്ത് കണ്ടിന്യൂസ് ബൈബിൾ ക്ലാസ്സസ് ആയതുകൊണ്ട് അതിൽ നിന്നെടുത്ത് പ്രസംഗിക്കുന്നവരാണ്. അപ്പം ഞങ്ങൾ ഈ ടീം വർക്കിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ടീം വർക്കുണ്ട്. ഞങ്ങൾ എവിടെയെങ്കിലും ആന്ധ്രയിലോ കർണാടകയിലോ ഒക്കെ ആയിരിക്കും. ഞങ്ങൾ ഓടിച്ച് ടീം വർക്ക് കഴിഞ്ഞ് വന്ന് വണ്ടി ഇറക്കിയിട്ട് അന്ന് രാത്രിയിൽ പ്രിൻറ്റിംഗ് ഒക്കെ എൻ്റെ ഈ ലേബലിൻ്റെ പ്രിൻറ്റിങ് തുടങ്ങും. അതിരാവിലെയും രാത്രിയും ഞങ്ങളുടെ കസിൻ ബ്രദേഴ്സ് ചിലപ്പം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം ഞങ്ങൾ വീട്ടുകാർ മാത്രമാണ്. ഇരുന്നൊട്ടിച്ച് മടുത്തു പോകും. അങ്ങനെ നമ്മളിത് കൊണ്ടുവന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അയൽവക്കക്കാരൊക്കെ എൻ്റെ കൂടെ വന്ന് നേരത്തെ പഠിച്ചുകൊണ്ട് പിള്ളേരൊക്കെ വരെ വന്ന് ഇതിൽ അൺലോഡ്. ചില സമയത്ത് കിട്ടത്തില്ല ആളിനെ, നമുക്ക് കൂലിക്കൊന്നും ആളിനെ എടുക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം വോളണ്ടിയർ വർക്കല്ലേ. അപ്പം ഓഫീസ് ജോലിയൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് അതങ്ങനെ ചെയ്യുന്ന വർക്കിൻ്റെ ഇടയ്ക്ക് പിന്നെ നോർത്ത് ഇന്ത്യയിലെ ഈ കഷ്ടപ്പെട്ടുള്ള ടീം വർക്കിൻ്റെ ഇടയ്ക്ക് ഈ ഒത്തിരി ടീം വർക്ക് കൂടിയപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കുറേ ഈ 1-2 ദൈവദാസ സഭയുടെ പ്രായമുള്ള ദൈവദാസന്മാർ അവർ നോക്കിയപ്പോൾ ഇവരിടയ്ക്ക് ടീം വർക്കിന് പോകുന്നു. മാസികയുടെ പിന്നെ ആ ദൈവദാസന്മാരെയും കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ. അവർക്ക് പ്രായം, അവരുടെ ക്ഷീണം കൊണ്ട് പലപ്പോഴും അവരുടെ ആഹാരം ഇതുപോലെ എല്ലാം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ അങ്ങോട്ട് നിന്ന് തിരിച്ചു വരും. ഒരു പ്രൊപ്പഗൻഡ ഇതിൻ്റെ അകത്തൊരു കൺഫ്യൂഷൻ അങ്ങോട്ടാക്കി. ഈ 12 സഭ ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് ഈ പ്രായമുള്ള ദൈവദാസന്മാർ 2 പേരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നു. പപ്പയും ഞാനും ഫീൽഡിലുണ്ടല്ലോ. അവരൊരു പ്രശ്നം അങ്ങോട്ടാക്കി. ഈ പാസ്റ്ററിന് എവിടെയൊക്കെയോ ഏതാണ്ടൊക്കെ വരുന്നുണ്ട് വരുമാനം. അതുകൊണ്ടാണ് ഈ പാസ്റ്റർ ഇങ്ങനെയൊക്കെ പോകുന്നത്, മിഷൻസിനൊക്കെ ഇങ്ങനെ പോകുന്നത്, യാത്ര ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പാസ്റ്ററിൻ്റെ കാഴ്ചപ്പാടൊക്കെ മാറി, പഴയ കാഴ്ചപ്പാട്. ഞങ്ങളവിടെ അവർ തരുന്ന ചൊരയ്ക്ക സാമ്പാർ, നിങ്ങൾക്ക് അത് മനസ്സിലാകണമെങ്കിൽ ആ സാമ്പാർ കഴിക്കണം. നാട്ടിലെ സാമ്പാറിൻ്റെ രുചിയും കൊതിയും ഒക്കെ നമ്മൾ വരുന്നത് ഈ ചൊരയ്ക്ക സാമ്പാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 കടുകും കാണും, പച്ചമുളകും കീറിയിടും. 1 രൂപ 10 രൂപയ്ക്ക് 10 ചൊരയ്ക്ക കിട്ടുമായിരുന്നു ഞങ്ങൾ ഈ അവസാനം വരുന്ന സമയത്ത്. അത്രയ്ക്ക് വിലക്കുറവാണ് ചൊരയ്ക്ക. അവർക്ക് ഗ്രാമത്തിലെ മാർക്കറ്റിൽ അതിലും കുറച്ച് കിട്ടും. ആ സാധനം കണ്ടിച്ചിട്ടാൽ അതിന് ഇങ്ങനെ കുക്കുംബർ പോലും വലുതായിട്ടിരിക്കും. അതിങ്ങനെ വെള്ളരിക്ക പോലെ ഇരിക്കും. അതങ്ങ് ചുമ്മാ അത് കഴിക്കാം. വെള്ളരിക്ക പോലെ രുചിയൊന്നുമില്ല. ആ സാമ്പാറിന് ഒരു രുചിയുമില്ല. അതിനെ സാമ്പാറിന് വിളിക്കണോ രസം എന്ന് വിളിക്കണോ എന്ന് നമുക്കറിയത്തില്ല. ഇടയ്ക്ക് ഉപ്പ് ഇടും, കുറേ ഉള്ളിയും അതിൻ്റെ അകത്തിടും, ഈ ചൊരയ്ക്കായി വെട്ടിയിടും. അതാണ് സാമ്പാർ. പച്ചരിച്ചോറ് അവർക്ക് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അരി, അത് ഇഷ്ടത്തിനുണ്ട്. അട പോലെ അത് വരാത്തതിന് അവരുടെ കൈ വെച്ചിട്ട് കൈ പോലും കഴിയുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ അട പോലെ എടുത്ത് നമുക്കിടും. ഈ ചൊരയ്ക്ക സാമ്പാർ ഒരു മുട്ട കിട്ടാൻ ഞങ്ങൾ കൊതിച്ച സമയങ്ങളുണ്ട്. നമുക്കങ്ങനെ വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. അതേ മക്കളോട് ചേർന്നല്ലേ കഴിക്കും. നമുക്ക് തന്നെ ഇനി കാശ് ഇച്ചിരി കയ്യിലുണ്ടെങ്കിലും പോയി മുട്ട വാങ്ങിച്ച് കഴിക്കാൻ പറ്റില്ല. അവർ തരുന്ന ആഹാരം കഴിച്ച് അവരുടെ കൂട് കൊതുകുകടിയുള്ളിടത്ത് കൊതുകടി, ചിലടത്ത് ഈച്ചയാണ്. നമ്മൾ കിടക്കുമ്പോഴേക്കും നമ്മൾ ഈ തോർത്തൊക്കെ എടുത്ത് മുഖത്തിങ്ങനെ ഇട്ടിട്ടാണ് കിടക്കുന്നത്. ഈച്ച വന്നിട്ട് വലിയ വണ്ണമുള്ള ഈച്ച വന്ന് മൂക്കിലൊക്കെ വന്നിരിക്കും. നമ്മൾ ഉറക്കത്തില്ല. ഇങ്ങനെ കിടക്കുവാണ് ഞങ്ങൾ. ഒരു സ്ഥലത്ത് ഞാൻ ഓർക്കും, ഞാൻ പല പ്രാവശ്യം പപ്പ ആ സമയത്തും എൻ്റെ കൂട്ട് അത്രയും ചെറുപ്പമല്ലല്ലോ, പ്രായമുള്ളത് കൊണ്ട് ഈ കാണുന്ന കച്ചറ ആഹാരമൊന്നും എനിക്കതിന് മുമ്പേ കുറേ നോർത്ത് ഇന്ത്യൻ ട്രെയിനിങ് ലഭിച്ചതാണല്ലോ. ഇവരെയൊക്കെ വൃത്തിയില്ലാതിരുന്ന ആഹാരം കഴിച്ചിട്ട് വയറിന് അസുഖം ഉണ്ടാവും. അവിടെ നിന്ന് ഒരു സർപ്പഞ്ചിൻ്റെ വീട്ടിലൊക്കെ കാണത്തുള്ളൂ ടോയ്ലറ്റ്, വേറെ എങ്കിലും ടോയ്ലറ്റ് കാണത്തില്ല. ആ ടോയ്ലറ്റ് ഉള്ള വീട് അന്വേഷിച്ച് പോയി. അല്ലാത്ത സമയത്ത് ഞങ്ങൾ വണ്ടിക്കകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് മിനറൽ വാട്ടറിൻ്റെ കുപ്പി ടേപ്പ് ഒട്ടിച്ച്, ഈ ഇൻസുലേഷൻ ടേപ്പ് ഞങ്ങൾ അതിൻ്റെ ചുറ്റിനും ഒട്ടിക്കും. ഇത് ടോയ്ലറ്റിൽ പോകുന്ന കുപ്പിയാണ്, ഇത് കുടിക്കുന്ന കുപ്പിയാണ്. രണ്ടും തെറ്റാൻ പാടില്ല, എല്ലാം ബിസ്ലറിയുടെ കുപ്പിയല്ലേ. അപ്പം നമ്മൾ ആ വെള്ളത്തിനൊക്കെ വലിയ ബക്കറ്റ് ടാപ്പൊക്കെ വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ രാത്രിയിലും ഒക്കെ കാണുന്ന കാടിന് ഹൈറ്റില്ല, കുറ്റി നമ്മളെക്കാൾ കൊച്ചതാണ് ഈ കുറ്റിക്കാടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇരിക്കുന്നതൊക്കെ എല്ലാവർക്കും കാണാം. അങ്ങനെ ഉള്ള നാണവും അഭിമാനവും മുഴുവനും സാക്രിഫൈസ് ചെയ്ത് ഞങ്ങളിങ്ങനെ ടോയ്ലറ്റിലും ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെന്നപ്പോൾ ഞാൻ ഓർക്കുന്നു, വയർക്കളത്തോടുകൂടി മീൻസ് ആ ഫോട്ടോ ഞാൻ വേണമെങ്കിൽ ഞങ്ങൾക്കൊന്ന് അയച്ചു തരാം.
അസ്ഥിപഞ്ചരമായി പപ്പ ആ ഒരു 40 ദിവസത്തെ പ്രവർത്തനത്തിൽ. ലാസ്റ്റിലോട്ട് വന്ന് മുഴുവൻ പിന്നെ യാത്ര മുൻപോട്ട് പോയാലേ പറ്റൂ. നമുക്ക് വയ്യാതൊന്നും പറഞ്ഞിട്ട് മീറ്റിംഗ് ലീവ് അവർ നോട്ടീസൊക്കെ അടിച്ചാൽ ഇന്ന ദിവസം 2 ദിവസം ഇന്നടുത്ത് 2 ദിവസം അടുത്ത ഗ്രാമം 200 കിലോമീറ്റർ അപ്പുറം 300 കിലോമീറ്റർ അപ്പുറം ഓടിച്ചു പോയി മീറ്റിംഗ് നടന്നാലേ പറ്റൂ. ആ ട്രിപ്പിൻ്റെ അവസാനത്തെ കുറച്ച് ദിവസം ഞാൻ നോക്കിയപ്പോൾ പപ്പ ഇങ്ങനെ വല്ലാതായി കിടക്കുന്നു, ബോധം പോലും ഇല്ലാതെ, ഒരു തുള്ളി ഒരു അംശം ആരോഗ്യമില്ലാതെ, വയറ്റിൽ നിന്നുള്ളതും ഛർദ്ദിച്ച് മുഴുവൻ പോയി. മീറ്റിംഗ് തുടങ്ങാൻ സമയമായപ്പോൾ ഞാൻ അങ്ങനെ ട്രെയിൻഡ്. അപ്പം പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. പപ്പയെ അവിടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കതവും അടച്ചു. കഥ അടച്ചില്ലെന്ന് തോന്നുന്നു, ചാരിയിട്ടു. കാര്യം ആരെങ്കിലും അവിടെ പപ്പയ്ക്ക് വിളിച്ചു പോകാനൊന്നും വയ്യ. അവിടെ സഭാ ഹോളാണ്, റോഡ് സൈഡിലുള്ള ഒരു ഉൾഗ്രാമത്തിലെ അടുത്തൊന്നും വീടില്ലാത്തൊരു സ്ഥലത്ത് സഭാ ഹോൾ. ഞാനും അവിടുത്തെ പാസ്റ്ററും എൻ്റെ ട്രാൻസ്ലേറ്ററും ഞങ്ങൾ പോയി. ഞങ്ങൾ തന്നെയാണല്ലോ പാടുന്നതും പ്രസംഗിക്കുന്നു. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് സ്റ്റാഫിനൊന്നും ആവശ്യമില്ലല്ലോ. പാടി ആരായിച്ചു, പ്രസംഗിച്ചു. തിരിച്ച് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം കൂടി പപ്പയെ അവിടെ കട്ടിലേക്ക് കിടത്തിയിട്ട് കുമ്മായം പോലൊരു കല്ലൊക്കെ വെച്ച്, അല്ലെ പപ്പ മരിച്ചു പോയനെ, അതുപോലുള്ള അവസ്ഥയിലായി. അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചപ്പോൾ അവർ പൊമേഗ്രനേറ്റ് അരച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് കുടിപ്പിക്കും. ഹിന്ദുക്കളായ നാട്ടുകാർ ആരാന്നൊന്നും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. ആൾക്കാരൊക്കെ അടുത്തുള്ളവർ ദേശക്കാർ ഈ പൊമേഗ്രനേറ്റ് പിഴിഞ്ഞ് നീര് കുടിപ്പിക്കുന്നു. അവർ പറഞ്ഞു വയറ് ചൂടായതുകൊണ്ടാണ്. അവരുടെ ഒരു രീതിയിലെ ട്രീറ്റ്മെൻറ്റാണ്. ഈ കല്ല്, നമ്മുടെ വെള്ളക്കല്ല്, നമ്മുടെ വൈറ്റ് സിമെൻറ്റ് പോലെ ഇരിക്കുന്ന പോലെ എല്ലാം ഇങ്ങനെ വെള്ളത്തിലൊക്കെ അരച്ച് ഇങ്ങനെ വയറ്റിലൊക്കെ തേച്ച് വയറ് തണുക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിടപ്പുണ്ട്. കഞ്ഞി കുടിച്ചാൽ പോലും ഛർദ്ദിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനത്തെ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് വില കൊടുത്ത് ശുശ്രൂഷ. എന്നിട്ട് വണ്ടി ഓടിച്ച് തിരിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് ഈ 2-ാം തീയതി ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ മാസിക പോസ്റ്റ് ചെയ്യണം ആ കറക്റ്റ് സമയത്ത്. അതിൻ്റെ ഉള്ളിൽ ഈ യാത്രയിലാണ് ലേഖനങ്ങൾ എഴുതണം, മറ്റുള്ളവരുടെ ലേഖനങ്ങൾ പ്രൂഫ് റീഡ് ചെയ്യണം. ഈ മാസിക പബ്ലിഷിങ്ങിന് 20 വർഷത്തോളം ചെയ്തല്ലേ, നമുക്കറിയാം അതിൻ്റെ ഭയങ്കര പാടുള്ള കാര്യം. സ്റ്റാഫൊന്നുമില്ല, ഞങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് വെറുതെ ഇരുന്ന് അപഖ്യാതി എവിടാണ്ടൂന്ന് ഫണ്ട് വരുന്നത്. ഇത് ഈ കയ്യിൽ നിന്ന് പലപ്പോഴും നമ്മൾ ഇടും. പോകുന്ന സഭകൾ എന്ത് ചെയ്യുന്നു, അവർ എന്തെങ്കിലും ആ സമയത്ത് നമ്മുടെ സഭയിൽ ചില വിശ്വാസികൾ പാസ്റ്റർ ടീം വർക്കല്ലേ 2000 രൂപ പിടിച്ചു. ഞങ്ങളുടെ ചെങ്ങന്നൂരെ സഭ, വേറെ സഭയല്ലല്ലോ പപ്പ എന്ന് പാസ്റ്റർ ആയത്, നമ്മുടെ സഭയിലെ വിശ്വാസികൾ 2000, ചില സമയത്തൊക്കെ ഒരാളൊക്കെ 5000 തന്നത് ഓർക്കുന്നു. അതൊക്കെ മാക്സിമം കിട്ടും. നമുക്കൊരു 40,000 രൂപ ഉണ്ട് ഇതിൻ്റെ ചിലവ്. ടീം വർക്കിന് വേണ്ടി എടുത്തിട്ട് ആ FD അതോടുകൂടി ഞാൻ ക്ലോസ് ചെയ്ത് ആ പരിപാടി ആരും തന്നില്ല. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു, 8,00,000 രൂപ OD ആയിട്ട് അതങ്ങ് ക്ലോസ് ചെയ്തു. അത് FD നിന്ന് കട്ട് ചെയ്തോളാൻ ബാങ്ക് മാനേജറിന് ലെറ്റർ. സാധാരണ അപ്പോൾ OD ആയിട്ട് എടുക്കും, അത് ആരെങ്കിലും തരുമ്പോൾ അത് തിരിച്ചങ്ങോട്ട് ഇടും. അങ്ങനെയാണ് ആ സമയത്ത് അത്രയും. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ആൾക്കാർ പറയുന്നത് എന്തുവാ ഇത് പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കി, ഓരോരുത്തർ വലിയ പ്രശ്നം ഉണ്ടാക്കി, സഭകളിലൊക്കെ ഗ്രൂപ്പിസമായി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് സഭകളെല്ലാം കൺഫ്യൂഷനായി, ആകെപ്പാട്. പപ്പയെ നോക്കുന്നത് എന്തോ കാഴ്ചപ്പാടെല്ലാം മാറിപ്പോയൊരു മനുഷ്യനായിട്ട്. വേദന വരുമോ? ശരിക്കും നടക്കുന്ന എന്തുവാന്ന് കൂടെ വരുന്ന ദൈവദാസന്മാർക്കറിയാം. ഇവിടെ നാട്ടിലാസ് ഭയങ്കര കൺഫ്യൂഷൻ, ഭയങ്കര ബഹളം. അപ്പോൾ ലാസ്റ്റ് ഒരു രക്ഷയില്ല. ഞങ്ങൾ ഒത്തിരി നാൾ കാത്തിരുന്നു. 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഓരോ സഭകളും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങ് നിന്നോ, പ്രശ്നമില്ലല്ലോ, നിങ്ങൾ ഓരോരുത്തർ ഇൻഡിപെൻഡൻ്റ്. ആ ടീം അങ്ങ് 12 സഭ അങ്ങ് പിരിച്ചു വിട്ടു. എന്നിട്ട് പപ്പ ചെയ്തുകൊണ്ടിരുന്ന ചെങ്ങന്നൂർ സഭ മാത്രം നോക്കിക്കൊണ്ടാണ് അവസാനം ഇങ്ങോട്ട് വരുന്നവർ ശുശ്രൂഷ ചെയ്തത്. അപ്പം ഏതൊക്കെ രീതിയിൽ വേദന വരുത്താൻ, ഇത് ചെറിയ വിഷയമല്ല. നമ്മുടെ ശരിക്കും നമുക്കൊന്ന് ഏകാഗ്രത ചെയ്ത് അടുത്തൊരു ടീം വർക്കിന് പോകാൻ പോലും നമുക്ക് മനസ്സിന് എന്തിന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ മാനസികമായിട്ട് വേണേൽ ചിന്തിച്ചു പോകാം. ഈ കൂടെ നിന്ന് ഈ പറയുന്ന ദൈവദാസന്മാർക്കും ഒരു ചെറിയ മന്ത്ലി അവർക്ക് പലപ്പോഴും ഒരു സപ്പോർട്ട് പോലെ ടീം ചെയ്യുന്നുണ്ട് കയ്യിൽ നിന്നിട്ട്. അങ്ങനെ ചെയ്യുന്ന ദൈവദാസന്മാരാണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവർ വിചാരിച്ചത് അവർക്കങ്ങ് കയ്യിൽ നിന്ന് എടുത്തിട്ട് ഈ 12 സഭയും അവർക്കങ്ങ് നടത്താമല്ലോ എന്ന് വിചാരിച്ച ഒരു മോഹം വന്നതാണ്, ഒരു സ്ഥാനമോഹമായിട്ട് വന്നതാണ്. അവസാനം അവർക്കത് കിട്ടിയോ ഇല്ല. അത് നിമിത്തം വലിയ ശാരീരിക പ്രശ്നത്തിൽ കൂടും, മാനസിക പ്രശ്നത്തിൽ കൂടി 2 ദൈവദാസന്മാരും കടന്നു പോകേണ്ടി വന്നു. അവർ വളരെ ഒരു ശോചനീയ അവസ്ഥയിൽ അവർ 2 പേരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ പറഞ്ഞത് അവർ 2 ശുശ്രൂഷയെന്നില്ലാതായിപ്പോൾ അവർക്ക് തന്നെ ഉണ്ടായിരുന്ന സഭാ ശുശ്രൂഷ എന്ത് ചെയ്തു, ആ ഒരു പ്രവൃത്തിയോടുകൂടി ദൈവം അവരിൽ നിന്ന് എടുത്തു. അവർ ഭവനത്തിലിരുന്നൊക്കെ ഇങ്ങനെ ചുമ്മാതിരുന്നിരുന്ന അവസാനം വല്ലാതെ ക്ഷീണത്തിലാണ്. ഞങ്ങൾ തന്നെ അത് കാണേണ്ടത്. ഞങ്ങൾ പിന്നെയും സ്നേഹത്തിൽ അവരെ പോയി വിസിറ്റ് ചെയ്യേണ്ടതൊക്കെ അനുഭവങ്ങളുണ്ടായി. അപ്പം ഇതുപോലുള്ള കർത്താവിൻ്റെ വേലയ്ക്ക് എതിരെ വരുന്ന മനസ്സ് ക്ഷീണിപ്പിക്കുന്ന ഓരോ അവസ്ഥ യഹൂദ ക്രിസ്ത്യാനികളിൽ നിന്ന് പൗലോസിനുണ്ടായപ്പോൾ പൗലോസ് വേദനയോട് പറയുക, സാത്താനിൽ നിന്നുള്ള പോരാട്ടം, ഇതുപോലുള്ള വിശ്വാസികളിൽ നിന്നുള്ള പോരാട്ടം, പോരാത്തതിന് നിങ്ങളെ അവിടെ കഷ്ടതയിലാക്കി ആ വചനമൊന്ന് ഏറ്റെടുക്കുവാൻ കഴിയാത്ത. അപ്പോൾ ഈ ഹിൻഡ്രൻസസ്, ഈ പോരാട്ടങ്ങളൊക്കെ കടന്നുപോയി
നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അതിലൊക്കെ എത്ര കൃപയോടുകൂടിയാണ് അവർ നമ്മളെ നടത്തുന്നത്. നമ്മുടെ ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ വലിയ വിഷയമാണെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തിറങ്ങുമ്പോൾ സാത്താൻ അലർന്ന സിംഹം പോലെ ആരെയൊക്കെ എന്തൊക്കെ ചെയ്യാമോ ഹിൻഡ്രൻസസ് ഇട്ട് പോരാടും. എങ്കിലും പൗലോസ് പറയുന്നുണ്ട്, ഈ കഷ്ടതയുടെ മധ്യത്തിലും ഈ ആവശ്യമില്ലാത്ത പ്രതികൂലങ്ങളും നിന്ദയുടെ മധ്യത്തിലും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങളാണ്. ഞങ്ങളുടെ മഹത്വം നിങ്ങളാണ്. ഞങ്ങൾക്ക് ദൈവം തരുന്ന പ്രതിഫലം കുറച്ച് നന്നായിട്ട് നിൽക്കുന്ന വിശ്വാസികളാണ്. തെസ്സലോനിക്ക സഭയോട് പറയുമ്പോൾ നിങ്ങളാ ഞങ്ങളുടെ സന്തോഷം, നിങ്ങളാ ഞങ്ങളുടെ പ്രതിഫലം. 17-18 വായിച്ചു. സഹോദരന്മാരെ, നിങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. ഇത്രയൊക്കെ പ്രതികൂലമുണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റവും അധികം എന്ത് ചെയ്തു? നിങ്ങളെ വന്ന് നിങ്ങളുടെ മുഖം കാണാൻ ശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. അവിടും പിന്നെയും എന്തുവാ, ഏതൊക്കെ രീതിയിലാണ് സാത്താൻ അങ്ങോട്ടൊന്ന് ശാരീരികമായിട്ട് ക്ഷീണിപ്പിക്കുന്ന സാമ്പത്തിക വിഷയങ്ങളായിരിക്കും. അന്ന് ചിലവുകളുണ്ടല്ലോ, അവിടെ വരെയും ചെല്ലണ്ടേ, കപ്പലൊക്കെ കയറി അവിടെ വരെയും ചെല്ലണ്ടേ. ഏതൊക്കെ തടസ്സമാണ് ഇവിടെ എത്തിയിട്ടില്ല. എന്തുവായാലും ചെറിയ തടസ്സങ്ങളാണ് എന്ത് ചെയ്തത്, പൗലോസ് അങ്ങ് ജയിച്ച് ഒരു രീതിയിലും പോകാൻ കഴിയാത്ത രീതിയിൽ സാത്താൻ അതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കി തൻ്റെ ശുശ്രൂഷയിലും എന്ന് താൻ പറഞ്ഞു. എന്നിട്ട് പൗലോസ് ഇവിടെ ഡിസ്കറേജ്ഡ് അല്ലെങ്കിൽ ക്ഷീണിതനായി തീരുന്നില്ല. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ ആരാകുന്നു. ഞങ്ങളുടെ ആശ, ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ പ്രശംസ കിരീടം ആരാ? നിങ്ങളല്ലയോ. ഞങ്ങളുടെ മഹത്വവും സന്തോഷവും ഞങ്ങളുടെ കിരീടം. ഈ പ്രസിഡന്റ് കൊടുക്കുന്ന മെഡൽ, കിരീടം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് കിരീടം ഇടുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ഭരിക്കുന്ന രാജ്യങ്ങൾ കുറവല്ലേ. ഞങ്ങളുടെ ക്രൗൺ, ഞങ്ങളുടെ പ്രതിഫലം, ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഞങ്ങളുടെ സന്തോഷം, ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് മുഴുവൻ എന്തിലാണ്? കുറച്ച് നല്ല നല്ല ശിഷ്യന്മാരുണ്ടാകുവാൻ, യേശുവിൻ്റെ കുറച്ച് നല്ല ശിഷ്യന്മാരുണ്ടാകുവാൻ. അതുകൊണ്ട് ഈ കഷ്ടതയുടെയും ഈ യെരുശലേമിൽ നിന്നുള്ള ദൈവമക്കളും ഈ പലയിടത്ത് റോമിലെ ആൾക്കാരോടൊക്കെ എഴുതുമ്പോൾ നീ യഹൂദനാണെങ്കിൽ യവനാണെങ്കിൽ ഒരു വിശേഷതയുമില്ല. യഹൂദൻ ഭയങ്കരമായിട്ട് അങ്ങ് പുകഴുമ്പോൾ, വിശ്വാസികളുടെ ഇടയ്ക്ക് തന്നെ ഗ്രൂപ്പിസം ഉണ്ടാക്കുമ്പോൾ, വേർതിരിവ് ഉണ്ടാക്കുമ്പോൾ ഒരു വിശേഷത നിനക്കില്ല. ക്രിസ്തുവിൽ ആര് നന്നായിട്ട് നിൽക്കുന്നോ അവരാണ് കർത്താവിൻ്റെ മുമ്പിൽ ശ്രേഷ്ഠൻ. അല്ലെ, ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടാണ് റോമിലെ സഭയോടും പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രതികൂല, അകത്തു നിന്നും പുറത്തു നിന്നും യുദ്ധമില്ലേ, ശാരീരികമായിട്ടും മാനസികമായിട്ടും ക്ഷീണിപ്പിക്കും, സാമ്പത്തികമായിട്ടോ തനിക്കൊന്ന് പോകുവാൻ കഴിയാത്ത രീതിയിൽ സാത്താൻ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. എങ്കിലും ഇവിടെ 19-20 ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നില്ല. കാരണം ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു സന്തോഷമുണ്ട്. ഞങ്ങളുടെ ആശ, ഞങ്ങളുടെ പ്രത്യാശ, ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ കിരീടം ആരാണ്? നിങ്ങളല്ലയോ. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് വീണ്ടും പ്രവർത്തിക്കുവാൻ 20 വരെ വായിച്ചോ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ ആ സന്തോഷത്തിൻ്റെ കിരീടം നിങ്ങളല്ലയോ. ആ കാര്യം പറഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീണ്ടും അടുത്ത പ്രാവശ്യവും ഒന്ന് പ്രവർത്തിക്കുക. ഞങ്ങളെ ദൈവം ബാലൻസ് ചെയ്യുന്നത്. സാത്താൻ ഉണ്ടാക്കുന്ന ക്ഷീണങ്ങൾ, സാത്താൻ ഉണ്ടാക്കുന്ന പ്രോബ്ലംസ്, അതിൻ്റെ മറുവശത്ത് ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന ശുശ്രൂഷകൾ, ആ ശുശ്രൂഷയുടെ ഫലം ഒരാൾ വിശ്വാസത്തിൽ വന്നാൽ. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയൊക്കെ മീറ്റിംഗ് വന്നപ്പോൾ ജോണും ഞങ്ങളും പറയുമായിരുന്നു, തൻ്റെ കൂടെയുള്ള അഭിരഞ്ജ് അബി എന്ന് നമുക്ക് വിളിക്കാം, അബി ഓർത്ത് പ്രാർത്ഥിക്കണം. പല കാര്യത്തിനൊക്കെ ഞങ്ങൾ ഒന്നിച്ച് റൂംസ് നോക്കാനും കാര്യത്തിനൊക്കെ ഞങ്ങൾ രണ്ടോട് പോയ സമയത്തൊക്കെ പല കാര്യത്തിന് ഇടപെട്ടപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഹിന്ദു സഹോദരനായ ട്രിവാൻഡ്രംകാരനായ അഭിരഞ്ജ് തൻ്റെ കൂടെ റൂംമേറ്റാണ്. ഇവർ രണ്ടുകൂടി ഇപ്പോൾ ഒരു വീടെടുത്താണ് താമസിക്കുന്നത്, ഒരു 1 bedroom ഹൗസ് എടുത്താണ് താമസിക്കുന്നത്. പുള്ളിയെ ശ്രദ്ധിക്കുന്നുണ്ട്, ജോണിനെ ശ്രദ്ധിക്കുന്നുണ്ട്. വരും ദിവസം പുതിയ വീടെടുത്ത് പറഞ്ഞു പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം എന്ന് പറഞ്ഞു. ഒരു ഓർത്തഡോക്സി ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് തൻ്റെ ഭവനങ്ങൾ ബീഫ് പോലും കഴിക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒന്നിച്ചൊരു കൂട്ടുകുടുംബമായിട്ടൊക്കെ താമസിക്കുന്നത്. അങ്ങനെ ഒരു ഭവനത്തിൽ നിന്ന് വന്ന ഒരു അഭിരഞ്ജ് ദൈവം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞാനും പറയുമായിരുന്നു, ഈ 2 വർഷമാണ് തൻ്റെ MBA കോഴ്സ്. അതിൻ്റെ ഉള്ളിൽ ഈ അഭിരഞ്ജ് എന്തായി തീരണം? നല്ലൊരു ഫോളോവർ, ക്രിസ്തുവിൻ്റെ ഒരു
ഹല്ലേലൂയ, പൈതലായിത്തീരണം, പ്രിയ പൈതലായിത്തീരണം. ദൈവം, ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ വിശ്വാസത്തിൽ വന്നാൽ, ഒരാളെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, ഒരാളെ പണിതെടുക്കുവാൻ കഴിഞ്ഞാൽ, ഒരു പിന്മാറ്റക്കാരൻ വിശ്വാസിയെ ഒന്ന് ശരിക്കൊന്ന് കൃപയോടുകൂടി മുൻപോട്ട് കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ, ഞാൻ ഈ ജാതികളെ കൊണ്ടുവരുന്ന പോലും വലിയൊരു ശുശ്രൂഷയാണ്. കാഴ്ചപ്പാട് മാറിയ പിന്മാറ്റക്കാരായ വിശ്വാസത്തിൽ വന്നിട്ട് സ്നാനപ്പെട്ട് തിരിഞ്ഞു പോയിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. സത്യ ഉപദേശത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന ഒരാളെ ഒന്ന് നേരെ സ്വർഗത്തിന് യോഗ്യരാക്കി തീർത്താൽ അത് ഭൂമിയിലുള്ള മുഴുവനും സർവ്വലോകത്തിലും അതിനുള്ളതിനേക്കാൾ വിലയേറാണ് ഒരാളുടെ ആത്മാവ്. അതാണ് നമ്മുടെ സന്തോഷം. ദൈവമക്കളെ, ഒരു സൈഡിൽ കൂടി തീച്ചോളുടെ അനുഭവം. ഇത് മാത്രമായി പോയാൽ നമ്മൾ പോകഞ്ഞു പോകും. അതിൻ്റെ മറു സൈഡിൽ ദൈവം തരുന്ന അവസരങ്ങൾ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ശുശ്രൂഷകൾ, കൃപാവരങ്ങൾ, ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ, ഓപ്പർച്യൂണിറ്റീസ്, ദൈവം തരുന്ന അതിലൊരു വളർച്ച ഉണ്ടാകട്ടെ. എങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ചൂട് നമ്മളെ തട്ടാതിരിക്കത്തുള്ളൂ, ഈ തീ നമ്മളെ ദഹിപ്പിച്ച് കളയാതിരിക്കത്തുള്ളൂ. ഈ തീയുടെ മധ്യത്തിലും ആർക്കുവാൻ, ഈ തീയുടെ മധ്യത്തിൽ, കഷ്ടതയുടെ മധ്യത്തിലും പാടുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് തീരുമാനമെടുക്കാം. ഇവിടെ പൗലോസ് പറയുക, ഈ കഷ്ടതയുടെ മധ്യത്തിൽ ഞാൻ ഡൗണായി പോയേനെ, പക്ഷേ എൻ്റെ ആശയും പ്രത്യാശയും സന്തോഷവും കിരീടവും എല്ലാം നിങ്ങളല്ലയോ. തെസ്സലോനിക്ക സഭ എത്ര കൃപയോടുകൂടി നിൽക്കുന്നു, ദൈവദാസന് എത്ര സന്തോഷം. വിശ്വാസികൾ കൃപയോടുകൂടി നിന്നില്ലെങ്കിൽ ആ ദൈവദാസൻ ഈ ആയുസ് മുഴുവനും പോരാടിയോണ്ട് എന്തുവാ പ്രയോജനം? ഒരാൾ ബലപ്പെടുന്നു, ഒരാൾ ക്ഷീണിക്കുന്നു. നമ്മുടെ കൂട്ടായ്മയിൽ അങ്ങനെ സംഭവിക്കാതെ നമ്മളെല്ലാവരും ചേർന്ന് ഒരുപോലെ മുൻപോട്ട് പോകുവാൻ ഇനി ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. ഇല്ലേ? തികവ് പ്രാപിച്ചാണോ നിങ്ങൾ നിൽക്കുന്നത്? അല്ലല്ലോ, ഞാൻ പോലും അല്ല. എന്തുവേണ്ടി വചന വെളിപ്പാടുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനായിട്ടുണ്ട്. ഒത്തിരി സമയം ഒത്തിരി ദൈവത്തിൽ നിന്ന് കേൾക്കാനായിട്ടുണ്ട്. പ്രധാന ഇടയൻ്റെ ശബ്ദം, കർത്താവിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ നല്ല വിശ്വസ്തരായി തീരാം. കർത്താവ് നമ്മളെ അതിനുവേണ്ടി സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അതിനുവേണ്ടി ബലപ്പെടുത്തട്ടെ. നല്ല പ്രബോധനങ്ങൾക്കുള്ള ടൈമാണല്ലോ. അതിനെല്ലാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം.